എന്നെ കൊണ്ട് ശല്യായില്ലേ? എന്താടാ? എടാ കുഞ്ഞാമിടയിൽ റെഡി ഇല്ല. മുജീബ് കൊടുക്കാനുള്ള കൂടെ തന്നെ സ്പോട്ടിൽ തരാന്നാ. എപ്പോ? ഫാത്തിയുടെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച മതിയാവോ? അത് പോരടാ. നാളെ തന്നെ ചെക്ക് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞേ. ഫാത്തി ഉറങ്ങിണ്ടാവോ? വാ നോക്കാം. എടാ അവിടെ ചെല്ല പൈസ മേടിക്ക പോരാ. അവിടെ നിന്ന് കറങ്ങാനൊന്നും നിൽക്കരുത്. നട്ടപ്പാതിരക്ക് ഞാൻ എന്ത് കറങ്ങാൻ അവിടെ? എടാ മുജീബ് ഉറങ്ങിയിട്ടില്ല. എവിടെ? ഇയാളിതൊരു ഉറങ്ങിയിട്ടില്ലേ? ഇയാൾക്ക് നട്ടപ്പാതിരക്ക് എന്താ പരിപാടി? അവിടെ താണ്ട് വാങ്ങിച്ചിരിക്കാവും. ഇതെങ്ങാനും അവൻ ആസർക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം വരെ മുടങ്ങൂട്ടാ. കിടന്നു. വാ. തങ്ങളെ നാസർക്ക. ഇയാളെന്താ ഈ നേരത്ത്? ഇയാൾക്ക് സംശയാടാ. സംശയ അയാളെന്തേ തരയണേ? എന്തേലും പോയാ? അല്ലടാ. എടാ കാൽപ്പാട് നോക്കടാ, കാൽപ്പാട്. ജാതി ഭ്രാന്തന്റെ കൂടെ എങ്ങനെയാടാ ഇവിടെ ജീവിക്കുക? ഇയാളൊന്നും പോവില്ലാട്ടാ. കൂടെ ഇരിക്കാം. നോക്കാലോ പോവാന്ന്. ആ പോണ്. ആദ്യം പോയിട്ട് അവിടെ ഉണ്ടാ നോക്ക്. ചിലപ്പോ പറയാൻ പറ്റില്ല, ഭ്രാന്തനാ. ഇന്നത്തേക്കിന് സംശയിക്കാനൊന്നുമില്ല. ഭയങ്കര റിസ്കാട്ടോ. ഒരു ബൈനോക്കുലർ കിട്ടിയാലേ അത് ഏതെങ്കിലും മരത്തിന്റെ മുകളിൽ കയറി നോക്കാം. അതിന് എവിടുന്നാടാ എന്റെ കയ്യില് കാശ്? അല്ല, ആടും കോഴിയും തങ്ങളെ അത് ഞാൻ മൂച്ചിക്കാക്ക് കൊടുത്തടാ. സാരല്ലടാ, വേറെ എന്തെങ്കിലും വേണ്ട നോട്ടെ. നീ കിടന്നോ. അപ്പൊ ഇതിക്ക് എടാ, നിന്നെ ഇനി കാണുന്ന വിചാരിച്ചല്ലടാ. ഞാനും ഇവിടുന്നൊരു അത്യാവശ്യം വന്നോട്ടോ. നീ കിടന്നോന്നാ. ശരി. എടാ നിക്ക്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇത് കൊണ്ടുവെക്കോ. ഈ സമയത്ത് ബാങ്ക. തങ്ങളെ ഉസ്താദിന് സമയം തെറ്റിയതാ. 2:30 ബാങ്ക. ഈ നട്ടപ്പാതിരേക്ക് മുക്രി ഭ്രാന്തായ. ഇതാരാ ഈ സമയത്ത്? ഉസ്താദാ? ആരുടെ ഈ നേരത്ത് ബാങ്ക്? ആരാണോ മുജിക്ക് എണീറ്റ്? എന്താ കണ്ടാ? ഇല്ല, നീ വണ്ടി എടുക്കുക. കാശ് കിട്ടിയാ? ആടാ കിട്ടി. എടാ
എന്താടാ എടാ അറിഞ്ഞാണും അറിഞ്ഞാണാ ഫാത്തിയുടെ അറിഞ്ഞാണും പോയി. ഇവൻ ഇങ്ങനെ കുന്തം പോലെ നിന്നാ എന്താ ചെയ്യാ? എന്തിനാ നീ ബാങ്ക് വിളിച്ചേ? അല്ല, നമുക്ക് നമ്മുടെ ചായക്കടയിലിരുന്ന് ചർച്ച ചെയ്താ പോരെ? ഇയാടെ ഒരു ചായക്കട എല്ലാരും കൂടെ തീറ്റയും കാശും കൊടുത്തവനെ വഷളാക്കി. ഏത് നേരം ഒരു പണിക്കും പോകാതെ തങ്ങൾ വരെ നോക്കി പള്ളിയുടെ മുന്നിലാ. ഉസ്താദ് ഇവിടെ നിന്ന് മാറിയേ, ഇവരെ കൂടെ ഞാൻ പറയിക്കാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ മക്കത്ത് എത്രയായി സമയം? മക്കത്തോ? എന്തിനപ്പോ മക്കത്ത സമയം? അതൊക്കെ ഉണ്ട്. 12:30 നട്ടപ്പാതിര. എന്നാ കേട്ടോളി, ഈ ദുനിയാവിൽ എവിടെയോ ഇപ്പൊ സുബഹിയായിട്ടുണ്ട്. ഇദ്ദേഹത്തെ ആരും ഒന്നും ഉപദ്രവിക്കരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. മുക്കരക്ക് സമാധാനമല്ല ഈ വട്ടനൊക്കെ പിടിച്ച് പള്ളി കയറ്റിട്ട്. വട്ടന മുജിയ വേണ്ടേ? ഒന്നില്ലെങ്കിൽ ഈ പാതിരാത്രിക്ക് ആരെങ്കിലും ബാങ്ക് വിളിക്കുക. അത് തന്നെ പറഞ്ഞേ. ഞങ്ങൾ കുറെ നാളായി പായിയുടെ പുറയില കുറേയേറെ സത്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി. സത്യം? എന്ത് സത്യം? ഞാൻ പറയാം. ഈ ഭായി ബസ്സിൽ വന്ന മയ്യത്താണ് ആദ്യം പറഞ്ഞത്. നോക്കുമ്പോ എന്താ മയ്യത്തായ മനുഷ്യൻ നെഞ്ചും വിരിച്ച് എണീറ്റ് നിൽക്കുന്നു. എന്നൊരു തുണിയെടുത്ത് കുടയലും എന്നെ ഒരു നോട്ടവും. ഞാൻ കിടുങ്ങിപ്പോയി. ആ കിടുങ്ങലില് കാക്കകളെല്ലാം പറന്നുപോയി. അങ്ങനെ ആ കാക്ക ഒത്തല് നിന്ന മനസ്സിലായ എന്റെ തങ്ങളെ. എടാ ആ ബായിക്ക് നമ്മൾ പെരുമാനിത്തങ്ങൾ ഒരു ചായ ഇല്ലേ? തങ്ങളെ ഇതിനൊക്കെ പുറത്തു കൊടുക്കണേ. ദേ പള്ളി സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. നേരം വെളുത്ത ഈ വട്ടനെ ബംഗാളിലേക്ക് ട്രെയിൻ കയറ്റി വിട്ടോണം. മനസ്സിലായോ? അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതി. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ടാന്ന് ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ വേണം. മംഗളാ പതിന് കൂട്ടിക്കോ. നിങ്ങൾ ആരും ഈ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഞങ്ങൾക്ക് വിശ്വാസം. അതെ, ഇവിടെ നടക്കൂല, ഇവിടെ പാടില്ല. എനിക്കൊന്നും കേക്കണ്ട. പോയെങ്കിൽ എവിടെ നിങ്ങൾ തപ്പിക്കൊണ്ടു വന്നോ? അസറ അരഞ്ഞാണ ആദ്യ രാത്രി തന്നെ എല്ലാം പൊളിയും. നീ പതുക്കെ പറ. ഇനിയിപ്പൊ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നീ എനിക്ക് കല്യാണം ഒന്ന് മുടക്കി തന്നാ മതി. പിന്നെ ഒന്നും മിണ്ടാണ്ടിരുന്ന് നീ താളെ നേരം വെളുത്ത് ഇവിടെ ഒന്ന് തപ്പി വെക്കാൻ മതി. സാധനം കിട്ടും. കിട്ടിയില്ലെങ്കിൽ നെയ്യെ കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ ആരെ കൊന്നിട്ടാലും വേണ്ട പകരം ഒരു അരഞ്ഞാണ് ഒപ്പിച്ച് തരാം. അല്ലാതെ കല്യാണം മുടക്കൽ നടക്കൂല. ഈ ബംഗാളി എത്രയും വേഗം ബംഗാളിലേക്ക് കടത്തണം. ഇതിലെ പെരുമാറി പൊട്ടിച്ചോറാം. ബംഗാളിക്ക് എപ്പോഴും കാവൽ വേണം, അല്ലെ അവന്മാര് ബംഗാളിലേക്ക് കടത്തും. നമ്മളെപ്പോഴും ബായി അകത്തിട്ട് പൂട്ടണം. ആദ്യം നാട്ടുകാരുടെ വിശ്വാസം പിടിച്ചു വരണം. വിശ്വാസികൾ കൂടിയാ പിന്നെ അവന്മാർക്ക് വായെ തൊടാൻ കൂടി കിട്ടൂല. ഇങ്ങനെ ഊതണം. തുപ്പല്ല, ഊത്ത്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും തന്ന മേശ ഇങ്ങോട്ട് തുറക്കുക, ഇതിലേക്കിടുക. സംസാ ഇത് പോയി കിടക്കുന്നു പണ്ടാറോ. വെളുപ്പിനെണീറ്റ് എല്ലാ സ്ഥലവും ഞാൻ അരിച്ചു പെറുക്കി. അപ്പൊ ഈ അലമ്പുണ്ടാവുന്നതിന് മുന്നേ എന്തെങ്കിലും മാർഗം നീ നോക്കിക്കോ. എടാ എന്താണ്ട ഇവിടെ മുട്ട പിടിക്കാൻ? ഈ ചപ്പിന്റെ ഇടയിലാ? അല്ല, അപ്പുറത്തുനിന്ന്. ആരാവനാ? എന്താടാ ഇവിടെ? മുട്ട പിടിക്കാൻ വന്നേക്കാ.
അനക്ക് വേറെ ഒരു സ്ഥലവും കിട്ടിയില്ല മുട്ട വാങ്ങാൻ. അല്ല ഇവിടുത്തെ നല്ല നാടൻ മുട്ട അതാ. യജമാനിൽ വേറെ ഒരിടത്തുമില്ലട നാടൻ. ഇവിടെ നിന്ന് തന്നെ വേണോ? കേറിപ്പൂടിയകത്ത്. ഉള്ള മുട്ട കച്ചവടം ഇന്നത്തോടെ നിർത്തിക്കൊള്ള മുട്ട കച്ചവടം. മുട്ട തിന്നാമോ? ഇപ്പൊ പോയിക്ക് വന്നാൽ എനിക്ക് പുറത്തു വെച്ച് കിട്ടും. എന്റെ പൊന്നിക്ക, ഇതൊക്കെ നിങ്ങളുടെ സംശയമാണ്. ഇക്ക തന്നെ അവളെ കെട്ടിക്കോ. അതിന് ആർക്കും അവിടെ കുഴപ്പം. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നാസറേ, ഓ പറഞ്ഞ മനസ്സിലായോ? ഓന് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാന്ന്. ഓ എന്റെ മനസ്സിലായോ? അവൻ ചവച്ചു തുപ്പി. നേരെ ആ എന്താ കല്യാണം കഴിയുന്നവരെ ആ ഈ വണ്ടി ഓട്ടണ്ട, ഇല്ല. കാവല് നിൽക്കണം. ആ ശമ്പളം ഞാൻ തരും. ആ ഓൻ ഇവിടെ വരുന്നുണ്ടോ നോക്കി നീ ഈ വീട്ടില്, ആ ഓൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ നോക്കി ഞാൻ ആ വീട്ടില്. ആ ആ അല്ലെങ്കിൽ വേണ്ട, ഏ, ഞാൻ ഇവിടെ നീ അവിടെ. ഇതിനെല്ലാത്തിനും കാരണം ആ ഉമൈര. ഇനിയിപ്പോ സ്കാനിങ് നടത്തണല്ലോ. എന്ത് ചെയ്യൂടാ? ഞാൻ കൂടി വല്ലാത്ത അവസ്ഥയായി. അബി, ആ എളേമ, നീ ഇതൊന്ന് സൂക്ഷിച്ചേക്കണടാ, കുറച്ച് ഉരുപ്പടി. ഇതെന്തിനാ ഇളയമട്ടെ? വേണ്ട. അതല്ലടാ, ഇതിട്ടിട്ടൊരു ചൊറിച്ചിൽ പോലെ. നീ ലോക്കറിൽ വെച്ചാ മതി, ആവശ്യമുള്ളപ്പോ ഞാൻ ചോദിച്ചോളാം. എന്ത് ചൊറിച്ചില്ല, ഇത് ഇളയമ്മനെ സൂക്ഷിച്ചാ പോരെ? വേണ്ട ഇളയമ. മോനറ്റിൻഡോ, നീ ഇതൊന്ന് സൂക്ഷിക്കേ. ആ ഉമ്മ. നീ ഇതെന്തിനാ ചാടിക്കരി വാങ്ങാൻ പോയേ? അവൾ പറഞ്ഞ ഇളമ കേട്ടണാവും. എന്ന് പറഞ്ഞ കാര്യം നടക്കണ്ടേ? തളർച്ച, മാനസിക പിരിമുറുക്കം, സാമ്പത്തിക പരാധീനതകൾ, മടി, ത്വക്ക് രോഗങ്ങൾ, സ്ത്രീകളുടെ അർത്ഥവ സംബന്ധമായ പ്രശ്നങ്ങൾ, കണ്ണേറ്, പിശാചുബാധ എന്നിവക്ക് സമീപിക്കുക ബായി കെയർ ഓഫ് ബായി സംരക്ഷണ സമിതി, ജമാഅത്ത് പള്ളിക്ക് സമീപം, തിരുമാലി. നമ്മളെ അറിയത്ത് ഇത്രയും ദിവസം കിടന്നിട്ടും നമുക്ക് മനസ്സിലായില്ലല്ലോ അല്ലേ? എത്ര വേഗാ ബായി സിദ്ധനായത്. എന്തായാലും നമുക്ക് ബായിയുടെ അടുത്തുനിന്ന് പോണം. നിന്റെ എല്ലാ അസുഖവും അങ്ങേര് മാറ്റും.